ബ്രില്യന്റ് വിക്ടറി ഡേ. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത മെഡിക്കൽ വിക്ടറി ഡേ. 1 കോടി രൂപ സ്കോളർഷിപ്പ് നൽകിയാണ് ഇന്ത്യയിലെ ഒന്നാമനെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ശ്രീനന്ദ് ശർമിളിനെ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ ആദരിക്കുന്നത്. അതോടൊപ്പം 716 മാർക്കോടെ ഓൾ ഇന്ത്യ റാങ്ക് 21 അർഹനായ പത്മനാഭ മേനോനെ 10 ലക്ഷം രൂപ നൽകി ബ്രില്യന്റ് ആദരിക്കുന്നു. 715 മാർക്കോടെ ഓൾ ഇന്ത്യ റാങ്ക് 49 നേടിയ ദേവദർശൻ ആർ നായരെ 10 ലക്ഷം രൂപ നൽകി ബ്രില്യന്റ് ആദരിക്കുന്നു. 715 മാർക്കോടെ ഓൾ ഇന്ത്യ റാങ്ക് 73 നേടിയ അഭിഷേക് വിജയെ 10 ലക്ഷം രൂപ നൽകി ബ്രില്യന്റ് ആദരിക്കുന്നു. 715 സ്കോറോടെ ഓൾ ഇന്ത്യ റാങ്ക് 82 നേടിയ അഭിനവ് സുനിൽ പ്രസാദിനെ 10 ലക്ഷം രൂപ നൽകി ബ്രില്യന്റ് ആദരിക്കുന്നു. തുടങ്ങി 2024 നീറ്റ് എൻട്രൻസ് എക്സാമിൽ ഉയർന്ന സ്കോർ നേടിയ 2500-ലധികം വിദ്യാർത്ഥികളെയും അവരുടെ മാതാപിതാക്കളെയുമാണ് ബ്രില്യന്റ് ഓഗസ്റ്റ് 10 ആദരിക്കുന്നത്. ഈ മഹാ ഇവന്റ് നടത്തപ്പെടുന്നത് അങ്കമാലിയിലെ അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ്. 10,000 ആളുകളെ ഉൾക്കൊള്ളാൻ സാധിക്കും വിധമുള്ള അതിഗംഭീരമായ വലിയൊരു വേദിയാണ് വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കുമായി ഒരുങ്ങിയിരിക്കുന്നത്. 14 ജില്ലകളിൽ നിന്നും വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും എത്തിച്ചേരാൻ സാധിക്കും വിധം എല്ലാവിധ ഗതാഗത സൗകര്യങ്ങളും അഡ്ലക്സിനോടനുബന്ധിച്ചുണ്ട് എന്നത് എടുത്തു പറയണം. എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും 1 മണിക്കൂർ യാത്ര ചെയ്താൽ അഡ്ലക്സ് ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും 7 കിലോമീറ്റർ മാത്രമേയുള്ളൂ അഡ്ലക്സിലേക്ക്. അങ്കമാലി KSRTC സ്റ്റാൻഡിൽ നിന്നും വെറും 5 കിലോമീറ്റർ മാത്രമേയുള്ളൂ അഡ്ലക്സിലേക്ക്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്തായാണ് അഡ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്നത്. 14 ജില്ലകളിൽ നിന്നും മാതാപിതാക്കൾക്ക് എത്തിച്ചേരാൻ ഏറ്റവും സൗകര്യമുള്ളൊരിടം. 10,000-കണക്കിലധികം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുവാനാകുന്ന ഒരു വലിയ കോമ്പൗണ്ട് തന്നെ അതിന്റെ ഉള്ളിലുണ്ട്. തൃശൂർ NH-നോട് ചേർന്ന് 50 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന അതിബൃഹത്തായ സ്ഥലത്താണ് അഡ്ലക്സ് സ്ഥിതി ചെയ്യുന്നത്. ബ്രില്യന്റ് വിക്ടറി ഡേയിലേക്ക് എത്തിച്ചേരുന്ന വിശിഷ്ട അതിഥികൾ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. നിലവിൽ കേരളത്തിന്റെ നിയമ വ്യവസായ കയർ മന്ത്രിയായ ശ്രീ P. രാജീവ്, 15ാം കേരള നിയമസഭയിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ഡോക്ടർ R. ബിന്ദു, കേരള 15ാം നിയമസഭയിൽ ഏറ്റുമാനൂരിൽ നിന്നുമുള്ള MLA-യും കേരളത്തിന്റെ സഹകരണം, ദേവസ്വം, തുറമുഖം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ശ്രീ VN വാസവൻ, ലാൻഡ് റവന്യൂ, സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ്, ഭൂപരിഷ്കരണ ഭവന വകുപ്പുകളുടെ മന്ത്രിയായ ശ്രീ K. രാജൻ, 15ാം കേരള നിയമസഭയിലെ ജലസേചന വകുപ്പ് മന്ത്രിയായ ശ്രീ റോഷി അഗസ്റ്റിൻ, കേരള ടെലിവിഷൻ രംഗത്തെ അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തകനും ഫ്ലവേഴ്സ് ചാനൽ മാനേജിംഗ് ഡയറക്ടറുമായ R. ശ്രീകണ്ഠൻ നായർ, മുതിർന്ന കേരള കോൺഗ്രസ് നേതാവും കോട്ടയം MP-യുമായ ശ്രീ K. ഫ്രാൻസിസ് ജോർജ്, രാജ്യസഭാ MP-യും കേരള കോൺഗ്രസ് M ചെയർമാനുമായ ശ്രീ ജോസ് K. മാണി, പാലാ MLA ശ്രീ മാണി C. കാപ്പൻ, മുൻ കേരള ചീഫ് സെക്രട്ടറി ശ്രീ VP ജോയി IAS, KSCRC ചെയർമാൻ TK ജോസ് IAS, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പറാണ് അഡ്വക്കേറ്റ് ശ്രീ ജയചന്ദ്രൻ, ചാലക്കുടിയിൽ നിന്നുള്ള ലോക്സഭാ അംഗമായ ശ്രീ ബെന്നി ബെഹനാൻ, അങ്കമാലിയിൽ നിന്നുമുള്ള നിയമസഭാ അംഗമായ ശ്രീ റോജി M. ജോൺ, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും ദക്ഷിണ മേഖലയുടെ ചുമതലയുള്ള IG-യുമായ G. സ്പർജൻ കുമാർ IPS, കേരളത്തിലെ യുവജന നേതാക്കളിൽ പ്രമുഖനും മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷനുമായ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, രാജ്യത്തെ തന്നെ പ്രശസ്തരായ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധന്മാരിൽ ഒരാളും കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും കാർഡിയോ തെറാസിക് സർജറി വിഭാഗം ഹെഡുമായ ഡോക്ടർ TK ജയകുമാർ, കൊച്ചി രാജഗിരി ഹോസ്പിറ്റൽ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സയൻസസിലെ ഡയറക്ടറായ പത്മശ്രീ ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ, തിരുവനന്തപുരം സിറ്റി ഡെപ്യൂട്ടി കമ്മീഷണറായ ശ്രീ നിധിൻ രാജ് IPS, എറണാകുളം റൂറൽ ജില്ലയുടെ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന IPS, ഇന്ത്യയിലെ ഏറ്റവും മികച്ച കപ്പൽ നിർമ്മാണശാലയായ കൊച്ചിൻ ഷിപ്പ്യാർഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ മധു S. നായർ, കേരള കോൺഗ്രസ് നേതാവും മുൻ കേരള പൊതുമരാമത്ത് മന്ത്രിയുമായ മോൻസ് ജോസഫ് MLA, സാമൂഹ്യ പ്രവർത്തകനും എഴുത്തുകാരനും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറിയുമായ ശ്രീ CP ജോൺ,
പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് SP ആയ ശ്രീ കൃഷ്ണകുമാർ IPS, വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ SP ആയി ദീർഘകാലമായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീ VG വിനോദ് കുമാർ IPS, ഡോക്ടർ ഇന്ദിര രാജൻ, നാഷണൽ കൗൺസിൽ ഓഫ് CBSE സ്കൂൾ സെക്രട്ടറി ജനറലാണ് ഡോക്ടർ ഇന്ദിര രാജൻ. അഡ്വക്കേറ്റ് തോമസ് VT, മുൻ കേരള PSC മെമ്പറാണ് അഡ്വക്കേറ്റ് തോമസ് VT. പ്രശസ്ത സിനിമാ താരം കുമാരി ദർശന S നായർ, മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രഞ്ജിത്ത് മീനഭവൻ, മുത്തോലി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീ രാജൻ മുണ്ടമറ്റം, ശ്രീമതി ഷീബ റാണി, മന്നാനം KE സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജെയിംസ് മുല്ലശ്ശേരി CMI, ദേവഗിരി പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോണി കാഞ്ഞിരത്തിങ്കൽ, പാല ചാവറ CMI പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സാബു കൂടപ്പാട്ട് CMI, പാല മുനിസിപ്പൽ കൗൺസിലർ ശ്രീ ജിമ്മി ജോസഫ്. ഇങ്ങനെ തുടങ്ങി കലാ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ ഒട്ടനവധി പ്രമുഖരാണ് ഇവിടെ അണിനിരക്കുന്നത്. മെഡിക്കൽ എൻട്രൻസ് എക്സാമിൽ ഉയർന്ന സ്കോർ കരസ്ഥമാക്കിയ 2500-ലധികം വിദ്യാർത്ഥികളെയാണ് ബ്രില്യന്റ് ആദരിക്കുന്നത്. അവരും അവരുടെ മാതാപിതാക്കളും ഏറെ അഭിമാനത്തോടുകൂടി പങ്കിടുന്ന ഒരു പ്രൗഢഗംഭീരമായ വേദിക്കാണ് ഓഗസ്റ്റ് 10-ാം തീയതി കേരളം സാക്ഷിയാകാൻ പോകുന്നത്. ചടങ്ങിനെത്തിച്ചേരാൻ സാധിക്കാത്ത ബന്ധുമിത്രാദികൾക്കായി ലൈവ് ടെലികാസ്റ്റിംഗ് ബ്രില്യന്റ് യൂട്യൂബ് ചാനലിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. ആവേശമുണർത്തുന്ന കലാവിസ്മയങ്ങൾ കൊണ്ട് വർണ്ണശബളമായ വേദി നിറയുന്ന കാഴ്ചയ്ക്കും കൂടിയാണ് 10,000-കണക്കിലധികം ആളുകൾ സാക്ഷിയാകാൻ പോകുന്നത്. പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കുമുള്ള സ്വാദിഷ്ടമായ ഭക്ഷണ വിഭവങ്ങൾ തയ്യാറാക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് 5 റെസ്റ്റോറന്റുകളിൽ 4-ാം സ്ഥാനം നേടിയ ടീം പാരഗണാണ്. ആഘോഷരാവിന്റെ അരങ്ങുണരാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം. Together we celebrate not just the triumph of our future doctors, but the boundless hope and dedication of every family. Let's celebrate the dawn of a new era in medicine.